കേരളത്തിലെ സമീപകാല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംവാദങ്ങളും പുതിയൊരു വിവാദത്തിന് വഴിമാറുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു പാരഡി ഗാനവും അതിനോടുള്ള CPMന്റെ അപ്രതീക്ഷിത പ്രതികരണവുമാണ് ഇപ്പോഴത്തെ ചർച്ചകളുടെ കേന്ദ്രബിന്ദു. ഒരു പാരഡി ഗാനത്തെ ചൊല്ലി ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ റിപ്പോർട്ട് പ്രസ്തുത ഗാനത്തിന്റെ സ്വാധീനം, CPMനെതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ കാപട്യത്തിന്റെ ആരോപണങ്ങൾ, അതിനു പിന്നിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നിവ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. ഒരു തിരഞ്ഞെടുപ്പ് തിരിച്ചടിയോടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക സൂചനകൾ നൽകുന്നു. പാർട്ടിയുടെ ആശങ്കകളും വരാനിരിക്കുന്ന തന്ത്രങ്ങളും പലപ്പോഴും ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. CPMന്റെ സമീപകാല പ്രതിരോധങ്ങൾ ഈ രീതിയിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടു എന്ന പൊതു വിലയിരുത്തൽ നിലനിൽക്കുമ്പോഴും പാർട്ടി നേതൃത്വം ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. തോൽവി അംഗീകരിക്കുന്നതിന് പകരം ന്യായീകരണങ്ങൾ കണ്ടെത്തി പ്രതിരോധം തീർക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫലത്തെക്കുറിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാവായ ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ച വിശകലനം ഈ പ്രതിരോധത്തിന് മികച്ച ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ കണക്കുകൾ പ്രകാരം കോർപ്പറേഷനിൽ BJPക്കും കോൺഗ്രസിനും വോട്ട് കുറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടാസിന്റെ കണക്ക് പ്രകാരം BJPക്ക് 6589 വോട്ടുകൾ കുറഞ്ഞു, കോൺഗ്രസിന് 1,29,842 വോട്ടുകൾ കുറഞ്ഞു. എന്നാൽ ഇടതുപക്ഷത്തിന് 10,06,522 വോട്ടുകൾ വർദ്ധിച്ചു. ഈ കണക്കുകൾ നിരത്തി വോട്ട് വിഹിതത്തിലെ വർധനവ് ഉയർത്തിക്കാട്ടുമ്പോഴും 52 സീറ്റുകളിൽ നിന്ന് 28 സീറ്റിലേക്ക് ഒതുങ്ങി കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം പാർട്ടി സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. സീറ്റുകളുടെയും അധികാരത്തിന്റെയും ദയനീയമായ നഷ്ടം അവഗണിച്ച് വോട്ട് വിഹിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സ്ഥിതിവിവരക്കണക്കുകളിലെ കസരത്തുകൾ പാർട്ടിക്കുള്ളിലെ മനോവീര്യം നിലനിർത്താനും പൊതുസമൂഹത്തിന്റെ വിമർശനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുമുള്ള CPMന്റെ ക്ലാസ് പ്രതിരോധ തന്ത്രമാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഒരു പാരഡി ഗാനത്തിന്റെ രൂപത്തിൽ പാർട്ടിക്ക് പുതിയൊരു അപ്രതീക്ഷിതമായ തലവേദന രൂപപ്പെട്ടത്. രാഷ്ട്രീയ വ്യവഹാരങ്ങളെ സ്വാധീനിക്കുന്നതിൽ ജനകീയ സംസ്കാരത്തിനും പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുന്ന ഉള്ളടക്കങ്ങൾക്കും വലിയ പങ്കുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങിയ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം കേരള രാഷ്ട്രീയത്തെ ചെലുത്തിയ സ്വാധീനം ഇതിന്റെ സമീപകാല ഉദാഹരണങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എവിടെയോ ഒരു പ്രാദേശിക കേന്ദ്രത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഈ പാരഡി ഗാനം വളരെ പെട്ടെന്നാണ് ഒരു സൂപ്പർ ഹിറ്റായി മാറിയത്. കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഈ ഗാനം മുഴങ്ങിക്കേട്ടു. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഗാനം എന്നോണം ഇത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിക്കുകയും ഏവരും ഏറ്റുപാടുകയും ചെയ്തു. ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്വീകാര്യത തന്നെയാണ്. BJP പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രവർത്തകരും ഈ ഗാനം തങ്ങളുടെ പ്രചാരണത്തിനായി ആവേശത്തോടെ ഉപയോഗിച്ചു. ഇത് കേവലം ഒരു മുന്നണിയുടെ പ്രചാരണ യുദ്ധം എന്നതിലുപരി ഭരണത്തിനെതിരെയുള്ള ഒരു പൊതുവികാരത്തിന്റെ പ്രതീകമായി മാറി. ഗാനം വൈറലായതോടെ